നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിൽ എന്നോടൊപ്പം വി ഗോപാലകൃഷ്ണൻ IPS AH റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. സാർ, നമുക്ക് മൊസാദിനെ എപ്പോഴും നിരീക്ഷിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാരല്ല. നമ്മൾ മൊസാദുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അടുത്തിറങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതും ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. അപ്പോൾ മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മാധ്യമങ്ങളൊക്കെ പലതും പല രീതിയിലാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും പല മാധ്യമങ്ങളും പറയാത്ത പല രഹസ്യങ്ങളും ഇനിയും മൊസാദുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2023 ഒക്ടോബർ 7 ശേഷമാണ് മൊസാദിനെ കുറിച്ച് കൂടുതൽ ഇന്ത്യയിലെ ആളുകൾ സജീവമായി തുടങ്ങിയത്. അതായത് ഇവിടുത്തെ ആളുകൾ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനു മുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് അവരുടെ നീക്കങ്ങൾ, അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ രീതികൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അവർ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് ശേഷം അവർ നടത്തിയ ഓപ്പറേഷൻസിനെല്ലാം കുറിച്ച് വീണ്ടും വാർത്തകളിൽ വരുന്നു. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ അത് പറയുന്നത് മാത്രമാണോ ശരി, അല്ല അതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പം ഈ നേരത്തെ പറയുന്നത് തന്നെ ഈ 2023 മുൻപും അതിനുശേഷമുള്ള മൊസാദ് അവരുടെ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് താങ്കൾ കുറച്ചുകൂടി കാര്യമായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ഈ ശരത്ത്, ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ മൊസാദിനെ കുറിച്ച് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത് പഠിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ, ചുമ്മാ ഇവിടെ നമുക്ക് നിരീക്ഷിക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഇൻക്യൂസിറ്റീവ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് പലയിടത്തു നിന്നൊക്കെ കിട്ടും. ലോകത്തെല്ലായിടത്തും ഈ മൊസാദ് ഒരു ചർച്ചാ വിഷയമാണ്. CIA റായോ അല്ലെങ്കിൽ FBS അതൊന്നും അതിനേക്കാളും ഒക്കെ കൂടുതൽ എല്ലാവരും, ഈവൻ CIA പോലും, CIA ഒരു സിസ്റ്റർ ഓർഗനൈസേഷനാണ് മൊസാദ് എന്നൊക്കെ പറയുമെങ്കിലും CIA പോലും ഇവരൊരു പ്രഹ്ലേഖയാണ്. എന്ന് പറഞ്ഞാൽ മൊസാദിന് വിശ്വാസമില്ല CIA. അവരെല്ലാം സെപ്പറേറ്റ് സിംഗിൾ ഓപ്പറേഷനൊക്കെ ആയിരിക്കും. കുറച്ച് പറയും, 100 ഉണ്ടെങ്കിൽ 25 CIA എടുത്ത് പറയും. ട്രംപിൻ്റെ അടുത്ത് പറയും അത് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, എല്ലാം പറയില്ല. അവർക്ക് ആരെയും വിശ്വാസമില്ല. അപ്പം മൊസാദിനെ പറ്റി നമുക്ക് കുറേ വായിച്ച് മനസ്സിലാക്കാം. അവർക്ക് 100 കാര്യങ്ങൾ, അവരുടെ 100 കാര്യങ്ങളിൽ വെറും 25%, ഇനി എന്ത് നമ്മൾ തലകുത്തി വായിച്ചാലും 25% കിട്ടുള്ളൂ. അവർ പുറത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക്, അല്ലാതെ അവരെ പറ്റിച്ചിട്ട് നമുക്ക് ഒരു കാര്യവും നമുക്ക് കിട്ടില്ല. ലോകത്തിലെ ഒരു ഏജൻസിയും ഇതുവരെ വളർന്നിട്ടില്ല എന്ന്, CIA അടക്കം വളർന്നിട്ടില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് വെറും 25% നിങ്ങളും ഞാനും ഒക്കെ അറിയുള്ളൂ. പിന്നെ ഞാൻ ഈ മൊസാദിനെ പറ്റിയൊക്കെ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയത് ഒരു 45 വർഷം മുമ്പ് ഞാൻ ഇവരുടെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്. ഞാൻ പോലീസിലൊക്കെ കയറുന്നതിന് മുന്നേ. അത് ഞാൻ എല്ലാവരോടും, നിങ്ങളോടും പ്രേക്ഷകരുടെ അടുത്തും എല്ലാം ഞാൻ പറയും, ആ ബുക്ക് നമ്മൾ വായിക്കണം. എന്താണ് ഇസ്രയേലിൻ്റെ കഥ എന്ന് പറഞ്ഞു, അതൊന്നും ഒരു എക്സാജറേറ്റ് ആയിട്ടൊന്നും അതിനകത്തില്ല. അവരുടെ ഹിസ്റ്ററിയാണ് പറഞ്ഞിരിക്കുന്നത്. സർവൈവൽ അവരെങ്ങനെ ഇസ്രായേൽ രാഷ്ട്രമായതൊക്കെ എല്ലാവരുടെ കഥ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ലിയോൺ യൂറിസ് എന്ന് പറഞ്ഞ ഒരു റൈറ്ററാണ് അത് എഴുതിയത്. ദി എക്സോഡസ് എന്നാണ് ആ നോവൽ. അത് വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. 45 വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ്. അത് എന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ എനിക്ക് 60s മറ്റോ എഴുതിയതായിരിക്കും. അപ്പോൾ അതിനുശേഷമാണ് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഈ ഇസ്രായേലിനെയും മൊസാദിനെയൊക്കെ ശ്രദ്ധ തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ പലതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് 25% അല്ലെങ്കിൽ 10% കിട്ടിയിട്ടുള്ളൂ. മൊസാദ് ഉണ്ടാക്കിയത് അതിപ്രഗത്ഭനായ ഇസ്രായേൽ ലീഡർ, അവരുടെ പ്രസിഡൻ്റായ ബെൻഗൂറിയനാണ്. ഈ ബെൻഗൂറിയൻ്റെ കഥ അതിനകത്ത് പറയുന്നുണ്ട്. ബെൻഗൂറിയൻ എന്ന് പറയില്ല, പേര് മാറ്റിയാണ് അവരിടുന്നത്. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും അത് ഇന്ന ആളാണ്. മറ്റേതാ ലേഡി, മറ്റേ ഗോൾഡ മേയറാണ്. അവരുടെ 2 കിടിലൻ നേതാക്കളാണ്. ഒന്ന് ഗോൾഡ മേയറും പിന്നെ ഒന്ന് ബെൻഗൂറിയനാണ്. അപ്പോൾ ബെൻഗൂറിയൻ 1949 സ്ഥാപിച്ച ബെൻഗൂറിയൻ ആ പുസ്തകത്തിൽ പറയുന്നത് പോളണ്ടിൽ നിന്ന്, അയാൾ പോളിഷ് ജൂ ആണ്, നടന്നു വന്നെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ സത്യമാണോ ഇല്ലെന്ന്. നടന്ന് ഞാൻ വേറെ മാർഗമില്ല ഒന്ന് വരാനും പിടിക്കാനും ഒക്കെ, പ്ലെയിനില്ല, പിന്നെ പൈസ ഇല്ല. നടന്ന് ഒരു ഗ്രൂപ്പുമായിട്ട് ഇസ്രായേലിലേക്ക് വന്നു. ഇസ്രായേൽ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1920s 30s അദ്ദേഹം വന്നത്. അദ്ദേഹം വളരെ ഒരു ചെറിയ മനുഷ്യനായിരുന്നു. 5 അടി
സാധാരണ ജ്യൂസൊക്കെ വെരി ടോൾ ആൻഡ് വെരി ഹാൻസം ഒക്കെ. ഇദ്ദേഹം വളരെ ചെറിയ മനുഷ്യനായിരുന്നു, 5 അടി 2 ഇഞ്ച് ഹൈറ്റ് മറ്റാണ്. അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു, ഫസ്റ്റ് പ്രസിഡൻ്റായിരുന്നു. എന്നിട്ട് ലാസ്റ്റിൽ അദ്ദേഹം മടുത്ത് എനിക്ക് മതിയായി, ഇനിയിപ്പം വേറെ നോക്കാൻ ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി കൃഷി ചെയ്യാൻ പോയി. കൃഷി ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഫാമിൽ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല പൊളിറ്റിക്സിൽ. അത്ര ഒരു പ്രഗത്ഭനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് ഈ മൊസാദ് സ്ഥാപിച്ചത്. ഈ മൊസാദിൻ്റെ ശരിക്കുള്ള ഹീബ്രുവിൽ എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ ഹാ മൊസാദ് ലേ മോഡി ഇൻ എന്നാണ് ഹീബ്രുവിൽ മൊസാദിൻ്റെ ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ അങ്ങനെ പറയും. അപ്പോൾ 1949 ഇത് വന്നത്. അപ്പം മൊസാദിനെ പറ്റി ഒരുപാട് കഥകളും ഒരുപാട് സിനിമകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇനിയും ഒരുപാട് ഇറങ്ങാനുണ്ട്. എന്നും മൊസാദ് ഒരു പിന്നെ ഈ ജെയിംസ് ബോണ്ട് എന്നൊക്കെ പറയില്ലേ, ജെയിംസ് ബോണ്ടൊക്കെ കാലഹരണപ്പെട്ടു പോയി, അതൊന്നും ഇപ്പം ആരും കാണാറില്ല, ഇപ്പം വലിയ മാർക്കറ്റും ഇല്ല. ഇപ്പം ഈ മൊസാദിനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമകളും അതും ഇതുമൊക്കെയാണ്. ഇപ്പം ഒക്ടോബർ 23 ശേഷം മൊസാദ് ചെയ്തതൊക്കെ താമസിയാതെ സിനിമയായിട്ട് വരും. പിന്നെ ഹോളിവുഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇവരുടെ കയ്യിലാണ്, ജ്യൂസിൻ്റെ കയ്യിലാണ് ഹോളിവുഡ് ഇപ്പോഴും. മറ്റേ സ്പിൽബർഗ് ആരാണ്? ഹാൻസ് സിമ്മർ ഇപ്പോഴത്തെ പിന്നെ അദ്ദേഹം വലിയ മ്യൂസിഷ്യനല്ലേ, മ്യൂസിക് ഡയറക്ടർ. ഇപ്പോഴത്തെ F1 ചെയ്തിട്ടുണ്ട്. ഏത് F1 സിനിമ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റായിക്കൊണ്ടിരുന്ന സിനിമ, അതിൻ്റെയും പേര് ഹാൻസ് സിമ്മറിൻ്റെ പേര്. ഹാൻസ് സിമ്മർ ഇതാണ്, ജൂവാണ്. അല്ല അതിങ്ങനെ അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം. അത് എന്തൊക്കെ ജ്യൂസ് കണ്ടുപിടിച്ചെന്നുള്ളത് അത് ഒരുപാട് പറയാനുണ്ട്. അപ്പം ഈ ഒക്ടോബർ ഈ ഇറാനും ഈ മൊസാദും തമ്മിലുള്ള ഇസ്രായേലും തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നത്, ഈ ഇറാൻ ചരിത്രം കണ്ട് പഠിച്ചില്ല, അതാണ് അതിനകത്തുള്ള. അത് ഇവരാണ് ചെയ്തത്. ഇറാൻ്റെ ഒരു സിവിലിയൻ ഡെമോക്രാറ്റിക് റൂൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ പഠിച്ചു തന്നെ അവർ ഈ യുദ്ധത്തിന് അടിപിടിക്കൊന്നും ഇസ്രായേലോട്ട് പോവില്ല. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അടിക്കേണ്ട കാര്യമില്ല, ബോർഡറില്ലല്ലോ, കോമൺ ബോർഡറിലോ, ഇന്ത്യയും പാകിസ്ഥാനെയും ഇന്ത്യയും ചൈനയും പോലെ ബോർഡറില്ല. പിന്നെ എന്തിനാണ് അങ്ങ് 1500-2000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണ ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞ് യുവമാർ കിടന്ന് അട്ടഹസിക്കുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു ഇഡിയോട്ടിക് ചിന്തയാണ് ഇറാനിലെ ഭരണാധികാരികളുടെ. എനിവേ, അപ്പോൾ ഇവർ തമ്മിലുള്ള വിഷയം ഈ ഒക്ടോബർ 23 നമുക്കെല്ലാവർക്കും അറിയാം. ഒക്ടോബർ 23 2023 ഹമാസ് പറന്നിറങ്ങി, മറ്റേ മൈക്രോ ലൈറ്റ് അവിടെ ചെന്നിറങ്ങി 1200 ശിഷ്ടം വരെ പരിക്കേൽപ്പിച്ചു. അപ്പോൾ അത് ഞാനത് വളരെ ക്ലോസ് ആയിട്ട് പല പ്രാവശ്യം ഞാൻ സ്റ്റഡി ചെയ്തു. അതായത് പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ഫെൻസ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് ഫെൻസും പലതും. അതിൽ തൊട്ടാൽ മതി, അതിൻ്റെ അടുത്ത് ചെന്നാൽ മതി മോണിറ്ററിങ് റൂമിൽ. ഒരു സ്ഥലത്ത് ഇസ്രായേലി ഭടൻ ഉറങ്ങിപ്പോയാലും വേറെ സംവിധാനങ്ങളുണ്ടല്ലോ അവിടെ, പല സ്ഥലത്താണ്. അങ്ങനെ ആർക്കും അവിടെ പോയി കൊണ്ടുവന്ന് മറ്റേ സീസ ബ്ലേഡോ മറ്റേ ഇത് കട്ടറൊക്കെ കൊണ്ടുവച്ചിട്ട് ഒന്ന് മുറിച്ച് അങ്ങനെ ഇവർ ചെയ്തതുപോലെ അതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ സാഗൂതം ഞാൻ മോണിറ്റർ ചെയ്യാൻ വാച്ച് ചെയ്യുകയാണ്. ഇത് യാതൊരു സംശയമില്ല, ഇത് ഈ ഇസ്രായേൽ വെച്ച ഒരു ഉഗ്രൻ ട്രാപ്പാണ് ഇവർക്ക്. ശരത്തെന്ന് ആലോചിച്ച് നോക്കും, ഈ അന്ന് ഒക്ടോബർ 23 ഇസ്രായേൽ കണ്ടുപിടിച്ചു, യുവമാരെ ഓടിച്ചു, തുരത്തി ഓടിച്ചു. പോസിബിളാണല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവുമായിരുന്നു. ഹമാസിന് എന്തെങ്കിലും പ്രശ്നം വരുമായിരുന്നു, അവിടെ തുരങ്കങ്ങളെല്ലാം അതേപോലെ ഇരിക്കില്ലായിരുന്നു, ഇറാനും ഹുത്തികളും ഒക്കെ ഉണ്ടായിരിക്കില്ലായിരുന്നു, ഈ യുദ്ധം ഉണ്ടാവില്ലല്ലോ. ഇതിനെല്ലാം ട്രിഗർ ചെയ്തത് ഈ ഒക്ടോബർ 23. അപ്പോൾ ഇതിനകത്തൊരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, ഈ സ്ക്രിപ്റ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ഇത് ഇസ്രായേൽ ആണോ എന്നൊരു ചോദ്യം വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് മൊസാദ് എന്ന് ഞാൻ പറയും. അതായത് ഈ സംഭവം, ഈ ഒരു 1700ഓളം പേരെ മരണം, ഇതെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്തത് മൊസാദാണോ? അതൊക്കെ ഇത്രയും വലിയൊരു ഒരു സംഭവം നടത്തിയെടുക്കണമെങ്കിൽ ഇവരുടെ ഒരു പെർമനൻറ്റ് എനിമിയാണ്. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തെ പൊളിച്ചെടുക്കണമെങ്കിൽ, ആ ഭരണാധികാരികളെ തുലയ്ക്കണമെങ്കിൽ കുറച്ച് പേരെ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഇത് ചെയ്തത്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്രയോ വാർ നടത്തി, അതിൽ നമ്മുടെ എത്രയോ ഇന്ത്യൻ സോൾജേഴ്സ് സാക്രിഫൈസ് നമുക്ക് ചെയ്യേണ്ടി വന്നു.
രക്ത രക്തസാക്ഷിത്വം വരിച്ചില്ലേ. അപ്പോൾ അതേപോലെ ഒരു വാർ വരുമ്പം കാഷ്വാലിറ്റി ആയിട്ടോ, ദിസ് ഈസ് എ മൊസാദ് വാർ. അല്ലാതെ രാജ്യങ്ങൾ തമ്മിൽ ആരുടെ ബോർഡർ നിൽക്കണ വെടി പോകുക അതുപോലെ അല്ലത്. ഇത് ഇനിയിപ്പം മറ്റുള്ള രാഷ്ട്രങ്ങൾ ഇത് കോപ്പി ചെയ്യുമെന്ന് ശ്രദ്ധിച്ചോണ്ടാൽ മതി. അതായത് അവർ മനസ്സിലാക്കി ഈ തുരങ്കങ്ങൾ ഇവർ ഇസ്രായേൽ പുറത്ത് പറഞ്ഞപ്പോൾ നമ്മൾ വായിച്ചില്ലേ, അപ്പോഴൊന്നും അല്ല തുരങ്കം അവിടെ ഉണ്ടെന്നറിഞ്ഞത്. ഇസ്രായേൽ നേരത്തെ അത് മനസ്സിലാക്കി തുരങ്കങ്ങൾ അവർ ഭയങ്കരമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരെപ്പോഴും ഒരു 10 years അഹെഡാണ് ചിന്തിക്കുന്നത് എപ്പോഴും, ഈ മൊസാദും ഇസ്രായേലും ഒക്കെ. അപ്പോൾ അവരുടെ ഒരുപാട് ഡിസ്കഷനൊക്കെ നടത്തിയപ്പോൾ അവന്മാർ തുരങ്കം ഉണ്ടാക്കുന്നു. അപ്പം വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യിക്കാം. പക്ഷേ സ്റ്റോപ്പ് ചെയ്താൽ ശരിയാവില്ല. ഈ തുരങ്കമൊക്കെ ഉണ്ടാക്കി അവർ വെക്കട്ടെ, പിന്നെ നമുക്കത് പോയി അത് കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്ത് പിന്നെ ഇതിനെല്ലാം പൈസ കൊടുക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാന് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറാനിലാണ്. ഇറാനില്ലെങ്കിൽ തുരങ്കം ഉണ്ടാവില്ല, ഹമാസിന് തുരങ്കവും ഉണ്ടാവില്ല. ഇറാനാണല്ലോ പൈസ കൊടുത്തത്. ഇറാൻ ഖത്തറിന് പൈസ കൊടുത്ത് ഖത്തർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം, ഇറാൻ ഇറാൻ്റെ ബുദ്ധി, ഇറാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ടൊന്നും ചെയ്തില്ല. ഞങ്ങളിങ്ങനെ പറയും, പലതുമൊക്കെ പറയും, ഇടത്ത് നശിച്ചു പോടാ, നീ നരകത്തിൽ പോ എന്നൊക്കെ ഞങ്ങൾ പറയും. അല്ലാതെ ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് ഇറാന് പറയാം. അതിന് പകരം അവർ ചെയ്തത് ഇങ്ങനത്തെ പരിപാടികളാണ്. ഈ ഹമാസ് ഭയങ്കരമായ ലാബ്രിന്ത് പോലുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കുക, അവിടെയെല്ലാം ഭയങ്കരമായ ഇത് സ്റ്റോർ ചെയ്യുക, റോക്കറ്റ്സും അതും ഇതൊക്കെ സ്റ്റോർ ചെയ്യുക. അപ്പം പിന്നെ ഹെസ്ബുള്ളയ്ക്ക് 100,000 റോക്കറ്റ് ഉണ്ടെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇതൊന്നും ഹിസ്ബുള്ളയ്ക്ക് പൈസ ഒന്നുമില്ല. ഹിസ്ബുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലബണനിൽ. അവിടെ വേറെയും പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. വൺ ഓഫ് ദ പാർട്ടീസ്. അപ്പം അത് കംപ്ലീറ്റ് ഫൈനാൻസ് ഇറാനാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കാസ് എവിടെയാണ്? ഇപ്പം നമ്മുടെ തൊലിപ്പുറത്ത് ഒരു ആപ്സിസ് വന്ന് അത് കട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് ബയോപ്സി എടുത്ത് നമ്മൾ അയക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് കാസ് വേറെയാണ്. അപ്പം അതേപോലെ ഇതിൻ്റെ റൂട്ട് കാസ് എന്ന് ഇറാനാണ്. പെട്ടെന്ന് പോയി ഇറാന് ഈ കമ്പ്യൂട്ടർ മാൽവെയറൊക്കെ അയച്ച് വല്ലതൊക്കെ ചെയ്യാമെങ്കിലും അവർ ഭയങ്കരമായ തോതിൽ ന്യൂക്ലിയർ ബോംബിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് പണി കൊടുക്കണമെങ്കിൽ ഈ തേങ്ങാപ്പോള് വെച്ച് എലിയെ പിടിക്കുന്ന പോലെ ഇവർ മിണ്ടാതിരുന്ന് യുവമാർ കയറി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയി. അത്രയിലും നിന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എത്ര 2-3 മണിക്കൂർ ഇവർ തേർവാഴ്ചയുണ്ട്. അതുവരെ ഇസ്രായേലികളൊക്കെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അവർക്ക് ഫോഴ്സ് ഇല്ലേ വന്നില്ല. സ്വാഭാവികമായിട്ട് ചോദ്യം, അവർ കുറച്ചുകൂടെ റിലീജിയസ് ആയിട്ട് വിശ്വസിക്കുന്നവരാണ്. അന്ന് എന്തോ ഈ തലേ ദിവസമാണ് ഈ യുദ്ധം, എന്തോ ഒരു ഓർമ്മയ്ക്കായിട്ട് അന്ന് ആയുധങ്ങൾ എടുക്കാൻ പാടില്ല എന്നൊരു ചർച്ച കൂടി വരുന്നുണ്ട്. ആ ദിവസം സമാധാനം അവർ പാലിക്കുകയാണ്, പട്ടാളക്കാർ ആയുധം എടുക്കില്ല, അതുകൊണ്ടാണ് ആ സമയം നോക്കി ഹമാസ് അറ്റാക്ക് ചെയ്തെന്നുള്ളൊരു ചർച്ച കൂടി വരുന്നുണ്ടായിരുന്നു. അത് ഈ ഇറാനോ അല്ല ഹിസ്ബുള്ള മറ്റോ പറഞ്ഞു വരുത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഒട്ടും ശരിയല്ല. ഇസ്രായേലിന് ഇങ്ങനെ നേരത്തെ ഒരു പറ്റിയിട്ടുണ്ട്. ഈജിപ്റ്റ് ഇതേപോലെ ശരത്ത് പറഞ്ഞ പോലെ യോം കിപ്പർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാണ് ഇതുവരെ ഒരു ആയുധം തൊടുവില്ലെന്ന് സംഭവിച്ചു. ഈജിപ്റ്റ് ആദ്യം ജയിച്ചു, അവരങ്ങ് കയറി പിന്നെയാണ് അവർ പിടിച്ചടക്കി ഇസ്രായേൽ പ്രദേശങ്ങൾ, സിനായ് ഡെസർട്ടൊക്കെ പിന്നെയാണ് ഇസ്രായേൽ തിരിച്ചു വന്നത്. അത് അന്ന് ശരിയായിരുന്നു. പക്ഷെ അതിനുശേഷം ഇസ്രായേൽ അങ്ങനെ ആയുധം തൊടവില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്കല്ല, അവരെ എപ്പോഴും വാച്ച്ഫുള്ളാണ്. അതൊന്നും ശരിയല്ല. അങ്ങനെ അഥവാ ആയുധം തൊട്ടില്ലെങ്കിൽ എന്നാൽ പിന്നെ കൊള്ളാമല്ലോ, ഈ ഡേറ്റ് സംഘടിപ്പിച്ച് അങ്ങ് ടെല്ലോവീരൊക്കെ അറിയാൻ മതിയായിരുന്നു. അത് കറക്റ്റല്ല. അത് ചുമ്മാ നമ്മുടെ നാട്ടിൽ എന്ത് കാര്യം പറഞ്ഞാലും ഈ എതിർ തിയറി പറയില്ല, അതേപോലെ പറയുന്നതാണ്. അങ്ങനെ ഇസ്രായേലികൾ അങ്ങനെ കിടന്നുറങ്ങിയില്ല. ഇത് പക്ഷേ മിണ്ടാതിരുന്നത് തന്നെയാണ് കാര്യം. എന്ന് വെച്ചാൽ യുവമാർ മണ്ടത്തരം ചെയ്തു. ഇവർ എന്തായിരുന്നാലും ഏത് ഓപ്പറേഷൻ ചെയ്താലും നമ്മൾ കഴിഞ്ഞ 75 വർഷത്തെ ഓപ്പറേഷൻ 1948 തൊട്ടുള്ള ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലികളുടെ ബുദ്ധിയാണ് അവസാനം വിജയിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഈജിപ്റ്റ് ഒന്ന് സ്കോർ ചെയ്തു 67 മറ്റോ, ഈ ഞാൻ പറഞ്ഞ യോം കിപ്പൂറിൻ്റെ. പക്ഷേ അത് അവർ റിക്കവർ ചെയ്തു. ഇവരെ എതിരാളികളിൽ ഏറ്റവും ബുദ്ധിയുള്ള വർഗം ഈജിപ്ഷ്യൻസാണ്, ഇറാനല്ല, ഈജിപ്ഷ്യൻസാണ്. അപ്പോൾ അവരൊരു ട്രാപ്പ് വെച്ചു, യുവമാർ കയറി പണിതു. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് ഇസ്രായേൽ പോയി ബോംബ് ചെയ്തു. അപ്പോൾ ഇവരിങ്ങനെ തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചു. അതായത് ഈ തടവുകാരെ കൊടുക്കില്ല. എന്നാൽ ഈ മരമണ്ടന്മാർ ഇഡിയറ്റ്സ്
ഇവരും അതിനെ കംപ്ലീറ്റ് പൾവറൈസ് ചെയ്യും, നശിപ്പിച്ചു ഹമാസ്. അത് എത്തുന്നതിന് മുമ്പ് ആ തടവുകാരെ കൊടുത്തിരുന്നെങ്കിൽ ഇസ്രായേൽ വെട്ടിലായാണ്. പിന്നെ എന്ത് പറഞ്ഞ് ആക്രമിക്കും? കൊടുത്തില്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല. അതാണ് അവരുടെ ഇഡിയോസി ഉള്ളത് അതിനകത്ത്. അത് ഭയങ്കര ആനമണ്ടത്തരമാണ് ഇതുവരെ ഇസ്രായേലിൻ്റെ എതിരാളികളായ ഈ ഇറാനും ഹുത്തികളും, ഇറാനാണ് ബ്രെയിൻ, ഇവരെല്ലാം ചെയ്തത് എന്ന് നമ്മൾ പഠിക്കുമ്പം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഫാക്ട്സൊക്കെ വെച്ചിട്ട്. ഇറാൻ 1979 ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചില്ല എന്ന് പറയാൻ കാര്യം, ഈ ഈജിപ്റ്റാണ് ഇവരുടെ ഇടയിൽ നല്ല ഈജിപ്ഷ്യൻസിൻ്റെ കീഴിൽ സ്ലേവ്സ് ആയിരുന്നല്ലോ മോസസ്, അതൊക്കെ അറിയാമല്ലോ ശരത്തിന്. എന്നിട്ട് പ്രോമിസ്ഡ് ലാൻഡിലേക്ക് അവർ നടന്നു കയറിയും ചെങ്കടൽ വഴി ക്രോസ്, അതൊക്കെ ചരിത്രത്തിലുണ്ടല്ലോ. അപ്പോൾ സ്ലേവ്സ് ആയിരുന്നു. ഈ ഫൊറാവയുടെ കൊട്ടാരത്തിലെ പ്രിൻസായിരുന്നു മോസസ്. അപ്പം അവർ തമ്മിലൊരു ഇതുണ്ട്, ചരിത്രമുണ്ട്. ഈജിപ്ഷ്യൻസ് തീരെ മോശക്കാരല്ല. പക്ഷേ ഈജിപ്ഷ്യൻസ് ഈ യുദ്ധമൊക്കെ ചെയ്ത് 2-3 യുദ്ധം നടത്തി, ഒരു രക്ഷയില്ല, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കുറച്ചുകൂടെ എന്താ സെൻസിബിലിറ്റി പ്രിവൈൽഡ് ഓവർ ദം എന്ന് പറഞ്ഞ പോലെ, വെറുതെ ഈ ബോർഡറിൽ കിടക്കുന്ന ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ നമ്മളെ ഉപദ്രവിക്കില്ലെങ്കിൽ നമുക്ക് തമ്മിൽ യുദ്ധം വേണ്ടെന്ന് പറഞ്ഞാൽ അവർ യുദ്ധമില്ല കരാർ ക്യാമ്പ് ഡേവിഡിൽ ഒപ്പിട്ട്. ഇപ്പോൾ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ഒരു വിഷയമില്ല. അത് ബോർഡറുള്ളതാണ് ഇസ്രായേലും ഈജിപ്റ്റ്. ആ ഇറാൻ അങ്ങ് കിടക്കുകയാണ് 10,000-2000 കിലോമീറ്റർ, 1700-800 കിലോമീറ്റർ അപ്പുറം. അവിടെ കിടക്കണ ഇറാൻ അത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് 1979 കൊമേനി പറഞ്ഞു ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു ജ്യൂസ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അത് പിന്നെ അവർ തമ്മിൽ ഒരുപാട് വാറും ബഹളവും ഒക്കെ ആയി. എന്നാൽ പിന്നെ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് മൊസാദ് വളരെ ആക്റ്റീവാണ്. അവർക്ക് പല പല സ്കീമുകളും. അപ്പം ഞാനെല്ലാം ഇവിടെ പറയുന്നില്ല, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് പലതും. പക്ഷെ പബ്ലിക് ഡൊമൈനിൽ ഡീറ്റെയിൽസ് ഇല്ലാത്ത കുറച്ച് മൊസാദിൻ്റെ കിടിൽ 1-2-3 ഓപ്പറേഷൻസാണ് ഞാൻ ഇന്ന് ഇവിടെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ പബ്ലിക് ഡൊമൈനിലില്ല, പലതും നമ്മൾ വായിച്ചിട്ടില്ല. നമ്മുടെ മീഡിയയും ടി വിയോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ബുക്കിൽ ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ഇനി ഇന്ത്യക്ക് പുറത്തൊക്കെ കാണുമായിരിക്കും. ഈ ഒക്ടോബർ 23 ശേഷം, ഒക്ടോബർ 23 വരെ ഈ മൊസാദിനും ഇസ്രായേലിനും ഇറാനുമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ തമ്മിൽ വഴക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കോവർട്ട് വാർ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡെഡ്ലി ആയിട്ട് അത് ആയില്ല. പക്ഷേ ഇത് ചെയ്തപ്പം ട്രാപ്പാണെങ്കിൽ തന്നെയും ഇസ്രായേൽ വിചാരിച്ചതിൽ കൂടുതൽ കയറി പിന്നെ ഹമാസ് കളിക്കുകയും ഹുത്തികൾ ഇടപെടുകയും ഒക്കെ ചെയ്തു. അപ്പം ആ വാർ സ്ട്രാറ്റജി, അതുവരെ ഉണ്ടായിരുന്ന ഒരു വാർ സ്ട്രാറ്റജി തന്നെ ഇസ്രായേൽ മാറ്റി ഒക്ടോബർ 23 ശേഷം. അപ്പം ആ ഒക്ടോബർ 23 ശേഷം അവർ സ്റ്റെപ്പപ്പ് ചെയ്തു. അതായത് ഇറാനെ പെനട്രേറ്റ് ചെയ്യുക, ഹൈലി അക്യുറേറ്റ് പ്രിസൈസ്ഡ് വെപ്പൺസ് സ്മഗിൾ ചെയ്യുക ട്രക്ക് വഴി. ഇതൊക്കെ 23 തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് കംപ്ലീറ്റ് മാപ്പ് ചെയ്യുക. അതൊക്കെ അറിയാം അവർക്ക് എവിടെ ഉണ്ടെന്ന്. പക്ഷെ ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഇത്രയും വലിയൊരു ത്രെട്ടായി ഇവർ വരുമെന്ന് വിചാരിച്ചില്ല. അതൊക്കെ കംപ്ലീറ്റ് മാപ്പ് ചെയ്യുക. പിന്നെ ഇറാനിൽ അവർക്കുണ്ട് ഏജൻസ്, പക്ഷേ അത് കുറച്ചുകൂടെ കൂടുതൽ ആളുകളെ ഇസ്രായേലിൻ്റെ ഏജൻസായിട്ട് റിക്രൂട്ട് ചെയ്യുക. ഇറാനിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ തലങ്ങളിലേക്ക് മൊസാദ് പോയി. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഈ ഒക്ടോബർ 23 ശേഷം അവർ ചെയ്ത ഒരു കിടിൽ സംഭവം എന്ന് പറയുന്നത്, അല്ല അത് 23 മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം, ഇറാൻ്റെ ഒരു റിട്ടാലിയേറ്ററി മെഷറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം യൂത്തികളെ അഴിച്ചുവിട്ടതും ഇങ്ങനത്തെ ഒരു ഈ ലാബ്രിന്ത് പണിതതും പിന്നെ ഈ ഇതിനകത്ത് കയറി റെയ്ഡ് ചെയ്തതും ഈ ജ്യൂസിൻ്റെ ഏരിയയിൽ കയറി റെയ്ഡ് ചെയ്തത് ഇത്രയും പേരെ കൊന്നതും ഒക്കെ ചിലപ്പോൾ ഇറാൻ്റെ റിട്ടാലിയേഷൻ ആയിരിക്കാം ഈ ഞാൻ പറയാൻ പോകുന്ന ഈ പ്രവൃത്തിക്ക് ശേഷം. അതായത്
2018 നമ്മൾ മീഡിയയിലൊന്നും വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മീഡിയയിലോ ടി വിയിലോ ഒരിടത്തും വായിച്ചതായിട്ട് ഓർമ്മയില്ല. 2018 ഡിസംബർ 31 എൻ്റെ ഓർമ്മ. 31-ാം തീയതി ടെഹ്റാനടുത്തുള്ള ഒരു സ്ഥലത്ത് എനിക്കുള്ള ഈ അതിശയം എന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെ ഇസ്രയേൽ സംഘടിപ്പിച്ചെടുത്തെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറാനും അത്ര മോശക്കാരല്ല. ഫാദർ ഓഫ് ന്യൂക്ലിയർ ടെക്നോളജി ഓഫ് ഇറാൻ എന്ന് പറയുന്നത് മൊഹസൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. ഭയങ്കര സയൻറ്റിസ്റ്റായിരുന്നു. ഹി വാസ് ജീനിയസ്, അതിന് സംശയമൊന്നും വേണ്ട. ഈ മൊഹസനെ തട്ടിയത് 2020-ലാണ്. പക്ഷെ അതിന് മുന്നേ 2018 നമ്മൾ മോഹസനെ തട്ടിയത്, ഞാൻ പറയാം മോഹസനെ തട്ടിയത് വെടിവെച്ചു, അത് ആർക്കും അറിഞ്ഞൂടെ എങ്ങനെ കൊന്നെന്നുള്ളത്. അത് കറക്റ്റായിട്ട് ഞാൻ പറയാം. പക്ഷെ അതിന് മുന്നേ ഈ 2018 ഇതൊരു മേജർ, ഈ 2018 തുടങ്ങിയ സംഭവമാണ് സ്നോബോൾ ചെയ്ത് 2018 ഇസ്രയേൽ ചെയ്ത ഈ കാര്യം സ്നോബോൾ ചെയ്ത് അത് 2025 ജൂൺ 13-ാം തീയതി അത് പിനക്കിളിലെത്തി, അതിൻ്റെ അങ്ങറ്റത്തെത്തി. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 2018 എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേലിൻ്റെ ഈ മൊഹസൻ അവിടെ ഒരു മൊഹസൻ കമേനിയടുത്ത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ഈ ബാക്കി അങ്ങനെ മറ്റേ പ്രോട്ടോക്കോളിൽ നമ്പർ 2 നമ്പർ 3 ഒന്നുമല്ല. അങ്ങനെ ഒരു വലിയ സയൻറ്റിസ്റ്റാണ്, ഭയങ്കര ബുദ്ധിയുള്ള മിടുക്കനായ സയൻറ്റിസ്റ്റാണ്. അങ്ങനെ പോയത് അത് ഇസ്രയേൽ അങ്ങനെ തന്നെ ടാർഗറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് അവരെയും സമ്മതിച്ചു കൊടുക്കണം, പിന്നെ ഇങ്ങനെയും സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇത്രയും ഈ സാങ്ഷനൊക്കെ ഉണ്ടായിട്ട് ഇയാൾ ഇതൊക്കെ ഒപ്പിച്ചെടുത്തല്ലോ എന്നുള്ളതാണ്. പിന്നെ ചൈനയും പാകിസ്ഥാനും വളരെ ആക്റ്റീവായിട്ട് ഇവരെ സഹായിച്ചിരുന്നു, ഇറാന്. അത് ഈ 2018 ഇസ്രയേൽ ചെയ്ത പിടിച്ചെടുത്ത് കുറേ ഡോക്യുമെൻറ്റ്സ്. ആ ഡോക്യുമെൻറ്റ്സിൽ അത് പറയുന്നുണ്ട്. അത് ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട്, അമേരിക്കയുടെ കയ്യിലുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ എസ്പെയിനേജ് ഏജൻസീസിനും അറിയാതെ. എന്നിരുന്നാലും ഇയാൾക്ക് തലയിൽ ആൾ താമസം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഈ മോസന് താമസം ഉണ്ടെങ്കിൽ, ആൾ താമസം ഉണ്ടെങ്കിലല്ലേ ഇത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണ്ട, കമേനിയടുത്ത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി, വേറെ ആരുടെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യണ്ട. ഇപ്പം നമുക്കൊരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, എല്ലായിടത്തും പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോളൊന്നും ഇങ്ങനെ പ്രശ്നമില്ല. അപ്പം അദ്ദേഹം ഈ ഇറാൻ്റെ ന്യൂക്ലിയർ എല്ലാ രഹസ്യങ്ങളും A to Z ഇതിൻ്റെ ആക്റ്റീവായിട്ടുള്ള പരിപാടികൾ 2003 തൊട്ട് തുടങ്ങി, 2003 തൊട്ട് തുടങ്ങി. അങ്ങനെ 15 വർഷമായിട്ട് എപ്പോഴും പറയും ഞങ്ങൾക്ക് ഇതൊന്നുമില്ല, ന്യൂക്ലിയറുമില്ല, ഞങ്ങളതൊന്നും മിണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെ കിളി പോയി വല്ലതൊക്കെ വിളിച്ചു പറയും. നമ്മുടെ മറ്റേ അപ്പൂപ്പനെ കമേനി വല്ലതൊക്കെ വിളിച്ചു പറയും. അപ്പം ഈ അടുത്ത് പോയി പറയാൻ പറ്റും, സാറത് പറഞ്ഞത് കളിപ്പോയി, ഇപ്പം തന്നെ അത് അവർ സെർച്ച് ചെയ്ത് തുടങ്ങൂലേ എന്നൊന്നും പറയാനൊന്നും ഓർത്തിയില്ല. ഇയാൾ സുപ്രീം, ഇയാൾ തൂക്കിക്കൊല്ലാൻ മതിച്ചല്ല, ഒന്നും പറയാൻ നോക്കില്ല. അപ്പം 2018 അപ്പം ഇയാൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ സീക്രട്സ് എല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ട് CD-യിലാക്കി. അപ്പം ഇങ്ങേർക്കിത് വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യണമെന്നും ഇഷ്ടമല്ല. പിന്നെ അവരുടെ ഉന്നതങ്ങളിലെടുത്ത തീരുമാനമാണ് ഇത് അങ്ങനെ കമ്പ്യൂട്ടറിൽ മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ ഡാറ്റാബേസിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം അത് ലീക്കാവാൻ ഈ കമ്പ്യൂട്ടറിൽ തമ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും കമ്പ്യൂട്ടറിനകത്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ടെല്ല ചെയ്യുന്നവർ പൊക്കും. അതാണ് ഗതികേട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിൽ ഞാൻ അതിൻ്റെ പടം കണ്ടായിരുന്നു. ഈ സേഫ് അത് ഭയങ്കര മിലിറ്ററി ഗ്രേഡ് സേഫാണ്. അത് എന്തോ ഒരു ടൈറ്റാനിയം ഹാർഡ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഇതാണ്. 32 സേഫ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ അത് മനസ്സിലാക്കി? ഈ 32 അവിടെ നൂറ്റുകണക്കിന് സേഫുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനകത്ത് ഈ വേറെ ഏത് ഇൻഡസ്ട്രിയുടെയും
ഡാറ്റ സൂക്ഷിക്കുന്ന വെയേഴ്സാണത്, ഗോഡൗൺസാണത്. അതിനകത്ത് കറക്റ്റ് 32 ഉള്ളതിൽ 6 മാത്രം ഇവർ പിൻ പോയിൻ്റ് ചെയ്തു മൊസാദ്. അത് എങ്ങനെ പോസിബിൾ എന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. കാരണം ഇത് തുറക്കാതെ വായിക്കാൻ പറ്റില്ലല്ലോ. ഈ മോസനും വേറെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ ഇതിനകത്ത് എന്തുണ്ടെന്ന്, വേറെ ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഈ മറ്റുള്ളവരെ ശ്രദ്ധപ്പെടാതിരിക്കാനായിട്ട് ഭയങ്കര സെക്യൂരിറ്റി ഇല്ലായിരുന്നു, ഗാർഡ് ഉണ്ടായിരുന്നു. നോട്ട് ഒരു ടഫായിട്ടുള്ള ഒരു സർവൈലൻസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ഒന്നുമില്ല. കൂടുതൽ അറ്റൻഷൻ ഞാൻ സാറ്റലൈറ്റൊക്കെ കണ്ടുപിടിക്കുമല്ലോ, അതുകൊണ്ട് അവരത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ അത്യാവശ്യമുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇത് ഡിസംബർ 31 24 പേരടങ്ങുന്ന മൊസാദിൻ്റെ ഒരു സംഘം വന്നിട്ട്, അപ്പോൾ ഇതിന് മുന്നേ ഇത് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തു. മൊസാദിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരുത്തനെ തട്ടുമെങ്കിൽ കൂടെ നടന്ന് അയാൾ എത്ര മണിക്ക് ടോയ്ലറ്റിൽ പോകുന്നു, എത്ര മണിക്ക് പല്ല് തേക്കും, എത്ര മണിക്ക് അയാൾ ഇറങ്ങിപ്പോവും, എത്ര മണിക്ക് ഉറങ്ങും, എത്ര മണിക്ക് ഭക്ഷണം, എത്ര നേരം TV കാണണം, പിന്നെ ഈ മോസൻ എന്താ മറ്റേ ഷേവ് ആഫ്റ്റർ ലോഷൻ ഉപയോഗിക്കുന്നില്ലേ, എന്ത് ഷേവ് ആഫ്റ്റർ ലോഷനാണ് ഉപയോഗിക്കുന്നതെന്ന് വരെ, അതിൻ്റെ മണം വരെ ഇവരെ എനിക്കറിഞ്ഞൂടാ അതെങ്ങനെയാണ്. ഇയാൾ ഉപയോഗിക്കുമ്പം അതൊരു പർട്ടിക്കുലർ ഷേവ് ആഫ്റ്റർ ലോഷനാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മണം വരെ ഇവർ പിടിച്ച് മൊസാദ് കമാൻഡ് സെൻറ്ററിലേക്ക് അയച്ചെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അവരിങ്ങനെ പുറകെ നടന്ന് ഹോംവർക്ക് ചെയ്യും. അവരുടെ എല്ലാ എതിരാളികളെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ അതേപോലെ തന്നെ അവർ നോക്കി എത്ര മണിക്ക് ഇവിടെ ഗാർഡ് മാറും. ഗാർഡ് 7 മണിക്കാണ് മാറുന്നത്. അപ്പം പിന്നെ രാത്രി 10:30 മണിക്ക് ഈ 24 പേരടങ്ങുന്ന, 24 താഴെയുള്ളതെന്ന് പറയുന്നത് 24 അടങ്ങുന്ന മൊസാദ് സംഘം അതിനകത്ത് കയറിയിട്ട് കാര്യമില്ല, കീ ഇല്ല, മറ്റേ ലോക്ക് ഒന്നുമില്ല. പിന്നെ അതെനിക്കൊണ്ട് വല്ല ചൈനയോ റഷ്യയൊക്കെ സഹായിച്ചിട്ടായിരിക്കും അവരങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്താണ് ഇതിൻ്റെ സാധനങ്ങളെല്ലാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരിക്കലും മനസ്സിലാകാത്ത കാര്യം, ഇതിന് കോപ്പീസ് സൂക്ഷിച്ചിട്ടില്ലായിരുന്നു. അതും അദ്ദേഹം മോസൻ മനഃപൂർവ്വം ചെയ്താണെന്ന് പറയുന്നത്. കഴിഞ്ഞാൽ അത് എനിക്കറിയാം, എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അത് ഇസ്രയേലിനെ പേടിച്ചിട്ട് ഒരു കോപ്പിയും ഒരിടത്തും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒറിജിനൽ കോപ്പിയാണ്, ഈ CD അതെല്ലാം കൂടെ. അതിനകത്ത് കയറിയിട്ട് പെപ്പൻ ഗ്യാസ് എന്ന് പറയും, എനിക്കറിഞ്ഞൂടെ എന്താണെന്ന്. 3000 സെൻറ്റിഗ്രേഡാണ് അതിൻ്റെ ആ ടോർച്ച് എന്നാണ്. പെപ്പൻ ഗ്യാസ് ഉപയോഗിക്കുന്ന, പെപ്പൻ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉണ്ട് ഉപയോഗിക്കുന്ന. അപ്പോൾ സാധാരണ നമുക്കൊന്നും അത് ആ ടോർച്ച് നമുക്ക് കിട്ടിയാൽ നമ്മളെല്ലാം അടിച്ചാൽ നമ്മൾ തന്നെ ചത്തു. അത്ര ഭയങ്കര ടെമ്പറേച്ചർ ഉള്ളതാണ്. ആ പെപ്പൻ ഗ്യാസ് പ്രത്യേക ചില ഗാഡ്ജറ്റ്സൊക്കെ വെച്ചിട്ട് മറ്റേ അങ്ങനത്തെ ഗൗണൊക്കെ ഇട്ടിട്ട് ആയിരിക്കാൻ വന്നത്. ഈ പെപ്പൻ ഗ്യാസ് ഉപയോഗിച്ച് ഈ സേഫ് കട്ട് ചെയ്തു. ഈ 6 സേഫ്, കറക്റ്റ് 6 സേഫ്. വേറെ 7ാമത് 8ാമത് ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ആ കറക്റ്റ് 6 സേഫ് കട്ട് ചെയ്തിട്ട് 4 മണിയായപ്പോൾ തീർന്നു. വെളുപ്പാങ്കാലം 4 മണിയായപ്പോൾ 1,00,000 ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, 185 CDs ഉണ്ടായിരുന്നു, 500 കിലോ ഉണ്ടായിരുന്നു, 500 kg, ഹാഫ് ടൺ. എന്നിട്ട് ഈ മെറ്റീരിയലിൽ അവർ അപ്പോൾ എന്തെല്ലാം ഇത് ചെയ്യണമെന്ന് പറയണം. ഞാൻ അടുത്ത ഇത് വരരുത്, ഇത് അലാറം അതിനെ ഇത് ചെയ്യിക്കണം, പാരലൈസ് ചെയ്യിക്കണം. പിന്നെ ഇതിനകത്ത് കയറണമെങ്കിൽ പല സിസ്റ്റം പാരലൈസ് ചെയ്തിട്ടേ കയറാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ ഇതുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അസർബൈജാൻ വഴി, അസർബൈജാനാണ് ക്ലോസ്. പിന്നെ അസർബൈജാൻ നമ്മുടെ ശത്രുവാണെങ്കിലും ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇങ്ങനെയാണല്ലോ, നമ്മുടെ ചില ശത്രുക്കളുമായിട്ട് നമ്മുടെ മിത്രങ്ങൾക്ക് അടുപ്പം കാണും. അസർബൈജാൻ്റെ ബോർഡർ വഴി ഹെലികോപ്റ്റർ മറ്റേ ഇതൊക്കെ അതിനകത്ത് ശ്രദ്ധിക്കും, ചിലപ്പോൾ പിടിക്കപ്പെടും. അങ്ങനെ ലോറിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി. ഇത് ജനുവരിയിലാണ് നടന്നത്. ഏപ്രിൽ ആയപ്പോഴേക്കും ഈ ഏപ്രിലിൽ എങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇറാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ എന്താണെന്ന് പറയുന്നത്, ചുമ്മാ പറയണമായിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അങ്ങനെ പറയില്ലല്ലോ, എന്തെങ്കിലും എവിഡൻസ് ഇല്ല. ഈ ഡോക്യുമെൻറ്റ്സ് അവർ കംപ്ലീറ്റ് പഠിച്ചു. എന്തെന്നാണ്
അപ്പോൾ ഇതൊരു പ്രധാന വഴി. മോഹസൻ ഇത് വായിച്ചപ്പം സത്യം പറഞ്ഞ മൊസാദിൻ്റെ ഇസ്രായേലിൻ്റെയൊക്കെ കിളി പോയി. കാരണം ഇത്രയും ഇറാൻ അഡ്വാൻസ്ഡ് ആണെന്ന് ഒരു ലാബറട്ടറി എക്സ്പ്ലോഷൻ വരെ അവർ നടത്തി. ന്യൂക്ലിയർ ലാബറട്ടറിയിൽ മിനി എക്സ്പ്ലോഷൻ വരെ നടത്തി. വെളിയിൽ നടത്താൻ പറ്റില്ല, എല്ലാവരും അറിയും. നടത്തി എന്തൊക്കെ തരത്തിലുള്ള വെപ്പൺസ്, നമുക്ക് ചെറിയ ന്യൂക്ലിയർ വെപ്പൺസ് എന്തൊക്കെ തരത്തിലുണ്ടാക്കാം. അവരുടെ 2-3 മിസൈലുണ്ട്, ഷഹീൻ എന്ന് മറ്റാണ് തോന്നുന്നത്. ആ മിസൈലിൽ അതിൽ ഏതൊക്കെ ഘടിപ്പിക്കണം, ഏതൊക്കെ സാധനം എന്നൊക്കെ എല്ലാം സഗ്രിഗേറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് അക്കൗണ്ട് ചെയ്തെല്ലാം വെച്ചിരിക്കുന്നത്. ഇതിനെ ഡീകോഡ് ചെയ്ത് പുറത്താക്കി. അങ്ങനെ ബെഞ്ചമിൻ നെത്തന്യാഹു ലോകത്തിലെ ടോപ്പ് ലീഡേഴ്സിൻ്റെ അടുത്തൊക്കെ 5-6 രാജ്യം കണ്ട ലീഡേഴ്സ്, അതിലൊന്ന് മോഡിജി ആയിരുന്നു. മോഡിജി ഏപ്രിലാണ് 2019 തോന്നുന്നു, മറ്റോ അല്ലല്ല 2018 ഏപ്രിൽ തന്നെ. ഇത് ജനുവരിയിലാണ് സംഭവം. ഏപ്രിൽ തന്നെ ഇത് ഡീക്ലാസിഫൈ ചെയ്ത് മോഡിജിയായിട്ട് മറ്റേ സംസാരിച്ചു, അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ പറഞ്ഞ് ഇവരെന്താ പറയണമെന്നൊന്നും അറിഞ്ഞുകൊണ്ടെന്ന്. പക്ഷേ അപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഇറാന് വേറെ കയ്യിലൊന്നും ഇല്ല. ഇനി അടുത്തത് ഇയാൾ ജീവിച്ചിരിപ്പുണ്ട്. അയാളെ 1.5 വർഷം കഴിഞ്ഞപ്പം അയാൾക്കും പണി വന്നു. അപ്പോൾ ഇയാൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇറാന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് പ്രശ്നം ഉണ്ടാവും, വീണ്ടും സാങ്ഷനൊക്കെ വരും. അങ്ങനെയാണ് ട്രംപ്. അപ്പോൾ ട്രംപുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രംപ് 2015 ഇവർ ന്യൂക്ലിയർ ഡീൽ ഒപ്പിട്ടിരുന്നു ഇറാൻ. അപ്പോൾ ഈ ന്യൂക്ലിയർ ഡീൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഈ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞു ഇതെല്ലാം ഇവർ ചെയ്തു. അങ്ങനെയാണ് ന്യൂക്ലിയർ ഡീലിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് പോണതിന് തൊട്ട് മുമ്പ് വിഡ്രോ ചെയ്തു. അപ്പോൾ വിഡ്രോ ചെയ്തതൊക്കെ പത്രത്തിൽ വന്നു. എന്തിനാണ് വിഡ്രോ ചെയ്തത്, അതിൻ്റെ കാര്യം ഇവരുടെ ഈ എടുത്ത ഡോക്യുമെൻറ്റ്സ്. പക്ഷേ ഇവരുടെ ഈ ഓപ്പറേഷൻ ഭയങ്കരമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് വലിയൊരു വിഷയമായിരുന്നു. എന്നാലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 18 ഈ ഡോക്യുമെൻറ്റ്സ് ഇസ്രായേലിൻ്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ 2025 ജൂൺ 13 നടന്ന അറ്റാക്ക് നടക്കില്ലായിരുന്നു, ഒരു സംശയം വേണ്ട. ഈ ഹമാസിൻ്റെ അവരുടെ മറ്റേ ഒക്ടോബർ 20 അതും നടക്കില്ലായിരുന്നു. ഇത് കണ്ടതോടെ ഇവർ വിചാരിച്ച് ഇനി ഇത് ഇനഫ് ഇസ് ഇനഫ്, ഇറാൻ ഈസ് ഗെറ്റിംഗ് ടു മച്ച്. ഇനി എന്നാൽ പിന്നെ ഇത് ഇവരുടെ ബോംബെത്തി എല്ലാ ബോംബിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. 2018 1.5 വർഷം കഴിഞ്ഞപ്പോൾ മോസനെ തട്ടിയത് ഇപ്പോഴും മീഡിയയിലൊന്നും ക്ലിയറായിട്ട് ഒരിടത്തും പറയുന്നില്ല, ആർക്കും ഒരു പിടിയില്ല. കാറിൽ എങ്ങനെയോ സെറ്റ് ചെയ്തു, മറ്റേ ഈ ഫേസ് റെക്കഗ്നൈസർ വെച്ചു, ക്യാമറ വഴി അങ്ങനെ കണ്ടെത്തി കൊന്നു, ഓട്ടോ അങ്ങനെയാണ് പറയുന്നത്. അത് കുറേ അത് ശരിയാണ് നിങ്ങൾ സ്ഥലത്ത് പറഞ്ഞ. പക്ഷേ 1 ടണ്ണുണ്ട് ആ വെപ്പൺ. അത് പിന്നെ പ്രിസൈസ് ഗൈഡഡ് വെപ്പണാണ്. അത് 1 ടൺ വെപ്പൺ 8 മാസം എടുത്തിട്ട് പീസ് ബൈ പീസായിട്ടാണ് ഇറാനിൽ കൊണ്ടുവന്നത്. അതൊരു ഭയങ്കര സംഭവമാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇറാൻ ഇറാൻ വെറും ഒരു തല്ലിപ്പൊളി ഒരു വിഷി വാഷ് നേഷൻ അല്ലല്ലോ. പക്ഷെ അവരുടെ അതൊക്കെ വെട്ടിച്ച് ഇതവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് വേറൊരു മെക്കാനിസം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇദ്ദേഹം അതായത് ഞാൻ പറഞ്ഞില്ലേ ഷോ ആഫ്റ്റർ ലോഷൻ, ഇദ്ദേഹം എത്ര മണിക്ക് ഉറങ്ങുന്നു, ഇദ്ദേഹം പോയാൽ എങ്ങനെ പോവും, എത്ര കാറ് കാണും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരിക്കുള്ള കാറിലല്ല പോണത്, 4ാമത്തെ കാറിലായിരിക്കും പോണത്, മറ്റന്നാ 3ാമത്തെ കാറിലായിരിക്കും വേണം. അതെല്ലാം അവർ പഠിച്ചു. ഏത് ഡോർ വഴിയാണ് ഇദ്ദേഹം ഇറങ്ങുന്നത് സാധാരണ, അത് ഭാര്യയുണ്ട് കൂടെ. പിന്നെ ഇതിലെല്ലാം നമ്മൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇതുപോലുള്ള ഓപ്പറേഷനിലൊക്കെ ഈ പ്രിസൈസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മോസൻ്റെ വൈഫ് കൂടെ ഉണ്ട്, ഒന്നും പറ്റില്ല. അവർ 4 ഇഞ്ച് 5 ഇഞ്ച് അപ്പുറത്തിരിക്കുകയാണ്, ഒന്നും പറ്റില്ല. ഒരു 10 ഗാർഡ് കൊല്ലപ്പെട്ട് അത് പിന്നെ അവന്മാരെ ചാടി ഇറങ്ങിയപ്പം പിന്നെ അവന്മാരെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. എന്നിട്ട് ഈ പിന്നെ വെപ്പൺ ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ട് തട്ടിയിട്ട് ആ വെപ്പണിനകത്തൊരു മെക്കാനിസം ഉണ്ടായിരുന്നു, ഒരു ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിന് എവിഡൻസ് ഇല്ലാതാവും, അല്ലെങ്കിൽ ഇത് എന്ത് വെപ്പണാണെന്ന് ഇറാൻ കണ്ടുപിടിക്കും. അപ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്ത് പിന്നെ ഒരു എവിഡൻസും അവശേഷിപ്പിക്കില്ല. അങ്ങനെയാണ് മോസനെ തട്ടിയത്. ഈ മോസനെ തട്ടിയത് ഇറാന് ഭയങ്കര ഒരു അടിയായിപ്പോയി. എന്ന് പറഞ്ഞാൽ അത് വേറെ ആരും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു.
അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര സെൽഫിഷായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള കുറച്ച് പേർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തത്. പക്ഷേ എല്ലാം അൾട്ടിമേറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഈ 2003 ഇറാൻ ഈ ന്യൂക്ലിയർ പരിപാടികൾ തുടങ്ങിയിട്ട് 2010 എത്തിയപ്പോഴേക്ക് ഏകദേശം ന്യൂക്ലിയർ ബോംബിൻ്റെ അടുത്തെത്തി. അപ്പോൾ സ്റ്റക്സ് നെക്സ്റ്റ് കയറ്റി വിട്ടു മാൽവെയർ. അതിൻ്റെ കൂടെ ഡൂഗി എന്ന് പറഞ്ഞ് 2011 ഒരെണ്ണം കയറ്റി വിട്ടു. അതെല്ലാം ഇവരുടെ ഈ ന്യൂക്ലിയർ ബോംബുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ കമ്പ്യൂട്ടർ അതുമായിട്ടൊക്കെ അതെല്ലാം പോയി. അപ്പോൾ സ്റ്റക്സ് നെസ്റ്റ് 2010 കയറ്റി വിട്ടു. അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഡൂക്കി വിട്ടു. അത് കഴിഞ്ഞ് ഫ്ലെയിം 2012. അപ്പോൾ ഈ 3 സംഭവം കഴിഞ്ഞതോടെ വീണ്ടും ഈ ബോംബെയിൽ നിന്ന് വളരെ ദൂരെ പോയി. എപ്പോഴും 5 വർഷം വെച്ചാണ് ഇവർ പിടിക്കുന്നത്, 5 years. അത് കഴിഞ്ഞ് ഈ വീണ്ടും ഇപ്പം വീണ്ടും അവർ എൻട്രി ചെയ്ത് തുടങ്ങും. അപ്പം അതേപോലെ ഇനി ഉറേനിയം ഉള്ളിടത്തോളം കാലം വീണ്ടും അവർ എൻട്രി ചെയ്യും. അപ്പം എൻട്രി ചെയ്ത് 2018 എത്തിയപ്പോഴാണ് മറ്റേ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ തപ്പിക്കൊണ്ടുപോയപ്പം ഇവർ വിചാരിച്ചതിനും ഫാസ്റ്റായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ ചീഫിനെ തട്ടി. അപ്പം വീണ്ടും 5 വർഷം. അപ്പോൾ 2020 തട്ടിയത്. കറക്റ്റ് വീണ്ടും 5 years ആയപ്പം ഇപ്പം 2025 ഈ ഏകദേശം 5 year 6 year പീരീഡാണ്. ഇവർ അത്രയും വർഷം എടുക്കും. അപ്പോൾ അവിടെ ന്യൂക്ലിയർ ബോംബിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ വീണ്ടും അവർ അറ്റാക്ക് ചെയ്യും. അങ്ങനെ 3 പ്രാവശ്യം ന്യൂക്ലിയർ ബോംബിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഇസ്രായേൽ റിവേഴ്സ് ചെയ്തു. വേറൊരു സംഗതി, ഇവരുടെ ഈ മോഡസ് ഓപ്പറാൻഡി അത് ഭയങ്കരമാണ് മൊസാദിൻ്റെ. അതായത് ശരത്ത് ഓർക്കുന്ന 60 ദിവസത്തെ ഇത് കൊടുത്തു, ഡെഡ് ലൈൻ. ഏപ്രിൽ 12 തോന്നുന്നത്. ട്രംപ് കൊമേനി എടുത്ത് ലെറ്റർ അയച്ചു, നിങ്ങൾക്ക് 60 ദിവസം തന്നിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് കിട്ടിയതോടെ ട്രംപിനും എല്ലാവർക്കും മനസ്സിലായി ഇവർ മീൻ. പിന്നെ കഷ്ടകാലത്തിന് ഇയാളിരുന്നപ്പം ഇവർക്കൊരു അനുകൂലമായ നിലപാടാണ്. നമ്മുടെ ബൈഡൻ ഇരുന്നപ്പം ഇവർക്ക് അനുകൂലമായൊരു നിലപാടാണ്, ഇറാൻ അനുകൂലമായ നിലപാടാണ് എടുത്തത്. അപ്പോൾ ട്രംപ് വന്നപ്പം ഇസ്രായേൽ ടൈം ഈസ് അപ്പ്, ഇറാൻ വെച്ചോളാം, ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് എന്നപ്പോഴാണ് 60 ദിവസം സമയം കൊടുത്തത്. അപ്പോൾ ഈ 60 days സമയം കൊടുത്ത ഉടനെ ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ തലയൊക്കെ വെച്ചിട്ട് ഈ ട്രംപിനെ കൊണ്ട് തോറ്റ് ഇത് അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്ത്. പക്ഷെ അതെല്ലാം നമ്പറായിരുന്നു. ഈ 60 ദിവസം കൊണ്ട് 61ാമത്തെ ദിവസം ഇവർ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഇതിനാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. ഈ അമേരിക്ക ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയപ്പം ഇറാനികളെ കളിപ്പിച്ചു. ഇറാനി മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മൂത്ത മകൻ്റെ കല്യാണം ജൂലൈയിലാണ്. അപ്പം തീർച്ചയായിട്ടും കല്യാണം ഇല്ല, ഇതുവരെ നടന്നില്ല. കല്യാണം എനിക്ക് തോന്നുന്നു അതൊക്കെ മൊസാദിൻ്റെ ഒരു പ്ലാനായിരുന്നു, കല്യാണം എന്നൊക്കെ പറഞ്ഞ് പറ്റും. അപ്പോൾ ഇവരെല്ലാം കമേനിയെല്ലാം ഇവിടെ വിചാരിച്ച കല്യാണമാണ്. ഇപ്പോൾ വരാൻ സാധ്യതയില്ല. കറക്റ്റ് 62 days, ജൂൺ 13 62 days മറ്റാണ് ഈ കൊടുത്തത്. അപ്പം ഈ ദിവസത്തിനകത്ത് മൊത്തം പ്രിപ്പറേഷനായിരുന്നു. ഈ ആളെ കടത്തലും ഇങ്ങനെ പല പല സംഗതികളും. അങ്ങനെ അവർ 62 days അവർ അറ്റാക്ക് ചെയ്തു. പിന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ അതിനകത്ത് പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി. ഈ ജൂൺ 13 റൈസിംഗ് ലയൺ അല്ലേ ഒരെണ്ണം, ഒരു ഓപ്പറേഷൻ. പിന്നെ വേറൊന്നും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം. അതിനെപ്പറ്റി നമ്മൾ അധികം ആരും കേട്ടില്ല. അല്ല, റെഡ് വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ 30 ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ജനറൽസിനെ തട്ടാനുള്ളതാണ്. അപ്പോൾ അത് തട്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഞങ്ങളെ കൊന്നതെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. അങ്ങനെയല്ല, അവർ എങ്ങനെ സാധിച്ചെന്ന് നമുക്കറിഞ്ഞൂടാ. എന്തോ ഭയങ്കര അർജൻറ്റായിട്ട് ഒരു മീറ്റിങ്ങിന് ഒരു ബങ്കറിൽ 20 ജനറൽസ്, ടോപ്പ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് മറ്റവരെല്ലാം കൂടെ ഒരു ബങ്കറിൽ വന്നു കൂടി. അത് വരുത്തിയതാണ്, നമ്മുടെ ഇതിനെ എൻറ്റൈസ് ചെയ്തതാണ്. അതെങ്ങനെ വന്ന് ഇവർ ഇത്ര മണ്ടന്മാരാണെന്ന് നമുക്ക് മനസ്സിലായി. എന്തോ ഒരു ഭയങ്കര അർജൻസി. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈനും റെഡ് വെഡ്ഡിങ്ങും എല്ലാം കൂടെ വന്നപ്പോൾ 200 ജെറ്റ് മുകളിൽ നിൽക്കുകയാണ്. ഒരു ജെറ്റ് പ്ലെയിൻ തന്നെ മുകളിൽ വന്ന
സബ്സോണിക് സ്പീഡിലല്ലെങ്കിൽ പോലും സൂപ്പർസോണിക് സ്പീഡാണെങ്കിലും സബ്സോണിക് സ്പീഡാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. അത്ര ഭയങ്കര റിവർബറേഷനും ഇമ്പാക്റ്റുമാണ്. 200 ജെറ്റ് വന്നാൽ എങ്ങനെ ഇരിക്കും? 200-ൽ ഒരു 100എങ്കിലും അവിടെ വരുമല്ലോ. അപ്പം ഈ വരുമ്പോഴും ഇവന്മാർ ബങ്കറിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങി, അപ്പം നമുക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അതിനെന്തോ ആണ് ഒരു ഡിസ്കഷൻ വന്നത്. അവന്മാരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഓരോ ജനറലി എവിടെ ഇരിക്കും, അങ്ങനത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ എടുത്തിട്ടാണ് അവർ തട്ടിക്കളഞ്ഞത്. അവരാരും ജീവിച്ചിരിപ്പില്ല. അപ്പം മോസൻ പോയി, ബാക്കിയുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് പോയി, പിന്നെ ഇവരുടെ എല്ലാ ഇതും അവർ മനസ്സിലാക്കി. ബങ്കർ ബസ്റ്ററൊക്കെ കൊണ്ടുവന്നത് അമേരിക്ക മറ്റേ ഡീപ്പായിട്ടുള്ള സാധനം മാത്രം എടുക്കാനാണ്. അതിനു മുന്നേ അത് ടു മേക്ക് ഇറ്റ് ഡബിൾ ഷുവർ. പക്ഷേ അതിന് മുന്നേ തന്നെ മുകളിലുള്ള കാര്യങ്ങളെല്ലാം തട്ടിക്കളഞ്ഞു. സയൻറ്റിസ്റ്റിനെ തട്ടി, പിന്നെ ഇതിൻ്റെ ഗോഡ് ഫാദറെ തട്ടി. അപ്പോൾ ബൈ ദ വേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരെണ്ണം വിട്ടുപോയത്, ഈ 1964 ഇതുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 1964 ചൈന എക്സ്പ്ലോഡ് ചെയ്തത് ന്യൂക്ലിയർ ബോംബ്. 1.5 വർഷത്തിനകത്ത് തന്നെ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യ എടുത്ത് ബോംബുണ്ടാക്കിക്കോളാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. 1.5 വർഷം. അങ്ങനെ 1966 ആദ്യം പ്രൈം മിനിസ്റ്ററെ തട്ടി, ലാൽ ബഹദൂർ ശാസ്ത്രിയെ തട്ടി. എല്ലാം CIA ആണെന്ന് പറയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാബ പഴശ്ശിയായിരുന്നു, നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ബോംബ്. അദ്ദേഹം വിയന്നയിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയതാണ്. ജനീവയുടെ മുകളിൽ, മോൺ ബ്ലാങ്കിൻ്റെ മുകളിൽ 117 യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാവരും പോയി. അപ്പോൾ പ്രൈം മിനിസ്റ്ററെ തട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ബോംബിനെ തട്ടി. എല്ലാം CIA ആണ് ചെയ്തത്. CIAയുടെ ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് തട്ടിയെന്ന്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം വേറെ നിവൃത്തിയില്ല. ഇന്ത്യ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇന്ത്യ ഹേമം ദണ്ഡം എല്ലാം CIA നോക്കി, പക്ഷേ ഇന്ത്യ കേൾക്കുന്നില്ല. അപ്പോൾ ഇന്ത്യ 66 ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാണ്. അത് 2 വർഷം. ചൈന പൊട്ടിച്ച് 2 വർഷം, 2 വർഷം 1.5 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ബോംബ് പൊട്ടിച്ചാണ്. പക്ഷേ ഇറ്റ് ടുക്ക് അനദർ 9 years. പിന്നെ ഇന്ദിരാഗാന്ധിയാണ് വന്നത്. അവർക്ക് പിന്നെ 9 years എടുത്തു. നമ്മൾ 74 പൊട്ടിക്കുന്നത്. അപ്പം നമ്മളെ ഈ ഇറാന് ഇസ്രായേൽ ചെയ്തതുപോലെ അമേരിക്ക നമ്മളെ ബാക്കിലേക്ക് തള്ളി 9 വർഷം ബാക്കിലോട്ട്. അപ്പോൾ ഇത് ലോകത്തെ ഇൻ്റർനാഷണൽ റിലേഷൻസ്, ജിയോ പൊളിറ്റിക്സിലെല്ലാം ഇത് കാണാം, ഇങ്ങനത്തെ ഓരോ പരിപാടികൾ പല ഘട്ടങ്ങളിലാണെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ 2020 ഇങ്ങനെ തട്ടി. അത് ജനുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് സുലൈമാനിയെ തട്ടി. സുലൈമാനി എന്ന് പറയുന്നത് നമ്പർ 2 ആയിരുന്നു. ഖമേനി കഴിഞ്ഞ അടുത്ത ആൾ അദ്ദേഹമാണ്. അപ്പോൾ ഈ സുലൈമാനിയാണ് ഇസ്രായേലിനെതിരായിട്ടും USA-ക്കെതിരായിട്ടും ഒരുപാട് അറ്റാക്സ് നടത്തിയിട്ടുള്ള സുലൈമാനിയാണ്. അടുത്ത അയാൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മിടുക്കനായ ഒരു ജനറലായിരുന്നു ഇറാനിനെ സംബന്ധിച്ചിടത്തോളം. ഇൻ്റലിജൻസിൻ്റെ ഹെഡായിരുന്നു, അങ്ങനെ ആർമിയുടെ ജനറലായിരുന്നു. പിന്നെ ക്വാഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട് ഇറാൻ്റെ. ഇപ്പം നമുക്കൊക്കെ സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഹെഡായിരുന്നു. അപ്പം ഇവർ നോട്ടോ ഇട്ട് തുടങ്ങി. ഇയാൾ പക്ഷേ എല്ലാം ഭയങ്കര കോൺഫിഡൻഷ്യലാണ്, ഇയാളുടെ മൂവ്മെൻറ്റ്സൊക്കെ. നേരത്തെ ഒന്നും പറയുന്നില്ല. ഇയാൾ ആദ്യം സിറിയയിൽ പോയി. സിറിയയിലന്ന് ഇയാൾക്ക് അനുകൂല ഷിയ ഭരണകൂടം ആസാദിൻ്റെ അവിടെ പോയി. അപ്പോൾ എല്ലാം രഹസ്യമാണ്, ഒഫീഷ്യലായിട്ടല്ല ഇയാൾ പോണത്. എന്നിട്ടും ഇയാൾ 36 മണിക്കൂറിന് മുമ്പ് 36 hours ബിഫോർ ഹീ ലാൻഡഡ് അറ്റ് ബാഗ്ദാദ് ഇവർ മോണിറ്റർ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇയാൾ വന്ന് ഇറങ്ങി, പ്ലെയിനിലിറങ്ങി, ടാർമാർക്കിൽ നിന്ന് വണ്ടിയിൽ കയറി. വേറെ രാഷ്ട്രമാണ് ഇറാഖ്, പക്ഷേ ഇറാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവിടെ അമേരിക്കയുടെ ബേസൊക്കെ ഉണ്ട്, അതാണ് വേറൊരു കാര്യം. അപ്പോൾ 12 മിനിറ്റ് പ്ലെയിനിൽ നിന്ന് ഇറങ്ങി 12 മിനിറ്റ് പോയപ്പോഴേക്കും റീപ്പർ MQ-9 എന്ന് പറയുന്ന അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രോണിലൊന്നാണ്. ആ ഡ്രോണിൽ നിന്ന് 4 ഹെൽ ഫയർ ഭയങ്കര ഡെഡ്ലി മിസൈലാണ് അയച്ചു. 12 പേരെ മറ്റോ തട്ടിപ്പോയി.
പിന്നെ ഇദ്ദേഹത്തിൻ്റെ 3 കാറിലോ മറ്റാണ് പോയത്. പ്ലെയിനിൽ നിന്ന് ഇറങ്ങി പിന്നെ ട്രംപ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മൊത്തം. അത് USA ആണ് ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൊസാദ്. അപ്പോൾ ഇത് ലൈവായിട്ട് ഇതിൽ കാണിച്ചിരുന്നു വൈറ്റ് ഹൗസിൽ. അപ്പോൾ ട്രംപ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ല, അതിൻ്റെ കമൻട്രിയൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. പറയും, സാർ ഈസ് ബൂം, ഈസ് ഗോൺ എന്ന് പറയും. അദ്ദേഹം കണ്ടു. പക്ഷെ എന്നാൽ ഇത് അതിൻ്റെ ക്ലിയറൻസ്, അതിൻ്റെ കമാൻഡ് വരുന്നത് എങ്ങനെയാണ്. അങ്ങനെ സുലൈമാനിയെ കൂടെ തട്ടിയതും ഈ മൊസാദിൻ്റെ എയ്ഡോടെയാണ്. ഈ കറക്റ്റ് പിൻ പോയിൻ്റ് ഇൻ്റലിജൻസ് ഇവരുടെ കയ്യിലാണുള്ളത്, മൊസാദിൻ്റെ കയ്യിലാണുള്ളത് ഇറാനെ സംബന്ധിച്ചാണ്. അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് തപ്പിക്കൊണ്ട് പോയില്ലേ, അവിടുന്ന് 2018 നിന്ന് 2025, 2018 ആ ഡോക്യുമെൻ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ 2025 ഈ വാർ ഉണ്ടാവില്ലായിരുന്നു, മറ്റേ ഹമാസിൻ്റെ മറ്റേ ഓപ്പറേഷൻ ഉണ്ടാവില്ലായിരുന്നു. ഈ ഡോക്യുമെൻറ്റ്സ് കിട്ടിയതോടെ, ഡോക്യുമെൻറ്റ്സ് കിട്ടി, സുലൈമാനെ തട്ടി, മറ്റേ മോസനെ തട്ടി, ഇത്രയായപ്പോഴാണ് ഇറാന് കിളിപോയത്. പക്ഷേ ഇതെല്ലാം അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു എന്ന് ഞാൻ പറയും ഈ മൊസാദിൻ്റെ. പിന്നെ മൊസാദിൻ്റെ വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയ വേറെ 2 എണ്ണം ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒന്ന് വാനുനു എന്ന് പറഞ്ഞ അയാളുടെ പേരങ്ങനെയാണ്, വാനുനു എന്നാണ്. അയാൾ ജൂ ആണ്, ഇസ്രയേലി. ഇവരുടെ ഡമോന ന്യൂക്ലിയർ റിയാക്ടറുണ്ട്, ആ റിയാക്ടറിലെ ടെക്നീഷ്യനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പണ്ട് ഇത്തിരി റബലാണ്. അങ്ങനെ ഓസ്ട്രേലിയയിൽ പോയി, ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് അടുത്താണ് നിന്ന്. ഓസ്ട്രേലിയയിൽ നിന്നപ്പം സൺഡേ ടൈംസ് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് പത്രമുണ്ട്, അവർക്ക് ഇയാൾ 88-ലാണ് 88 മറ്റോ സൺഡേ ടൈംസിന് ഇത് കൊടുത്തു, അഭിമുഖം കൊടുത്തപ്പം പറഞ്ഞു അത്. അപ്പം അന്നും എന്നും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബില്ലാന്ന്. അന്ന് ഇയാൾ സംസാരിക്കുമ്പം ഇസ്രായേലിന് 75 ന്യൂക്ലിയർ ബോംബുണ്ട് 88-ൽ. ഇയാൾ പറഞ്ഞ് ഞാൻ അവിടെ ജോലി ചെയ്തതാണ്, ന്യൂക്ലിയർ ബോംബുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഒരിക്കലും ആ ജൂതന്മാരുടെ ഇടയിൽ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പം മൊസാദ് നോട്ടമിട്ടു. അപ്പോൾ ഇയാൾ പിന്നെ ഒരു മൊസാദ് ഏജൻറ്റിനെ വിട്ടു, ഒരു ലേഡി. അവൾ പോയി. അപ്പോൾ ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ സൺഡേ ടൈംസ് ബ്രിട്ടീഷുകാർക്ക് ഇവന്മാരെ ഇഷ്ടമല്ലല്ലോ. സൺഡേ ടൈംസ് ക്യൂൻ, മറ്റേ അവരുടെ ക്യൂവിനെ പറ്റിയാണ് ഇങ്ങനെ ഒരു വലിയൊരു വിഷയം വന്ന് അവർ 10 എടുത്ത് ചോദിച്ചിട്ടല്ലേ അവർ കൊടുക്കുള്ളൂ. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് കേട്ട ഉടനെ ഇവന്മാർ അപ്പം തന്നെ അതങ്ങ് എയർ ചെയ്ത് ഇസ്രായേൽ വിട്ടിലായി. അപ്പോൾ എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നു പറഞ്ഞാൽ എൻഡൈസ് ചെയ്ത്, ഈ പെണ്ണിനെ കൊണ്ട് എൻഡൈസ് ചെയ്ത് വെച്ചിട്ട്, ഇവൾ വലിയൊരു ട്രാവലറാണെന്ന് പറഞ്ഞാൽ ഇവനും ഒരു ട്രാവലറാണ്. ഇവനെ റോമിൽ വരുത്തിച്ചു. റോമിൽ എത്തിച്ചിട്ട് ഈ ഫിഷിങ്ങിനാണ് മറ്റോ, അപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ് ഇവർ പോയി ഫിഷിങ് നടത്തി. അപ്പോൾ ഇവളും ഫിഷിങ്ങൊക്കെ ഇതിനു വേണ്ടി പഠിച്ചതാണ്, ഇവനും ഈ ഫിഷിങ് ഭ്രാന്തനാണ്. അങ്ങനെ ഇവനെ പതുക്കെ ഈ ബോട്ടിലൊക്കെ കയറ്റി ഇൻ്റർനാഷണൽ, അവിടെയല്ല റോമിന് തട്ടിക്കൊണ്ടേ പിന്നെ ഇറ്റലി പ്രശ്നം നോക്കില്ല, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലേക്ക് കൊണ്ടുപോയിട്ട് 88-ൽ. ഇത് നമ്മൾ ആരും ഒരിടത്തും വായിച്ചിട്ടില്ല, ഇവിടെയെങ്കിലും വന്നിട്ടില്ല. കൊണ്ടുപോയിട്ട് ഇവനെ അവർ സബ്ഡ്യൂ ചെയ്തു, മൊസാദ് ഏജൻസ് സബ്ഡ്യൂ ചെയ്തിട്ട് ഇസ്രായേലിൻ്റെ ഒരു ഷിപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ഷിപ്പിൽ കയറ്റി ഇവനെ ഇഞ്ചക്റ്റ് ചെയ്ത് ഷിപ്പിൽ കയറ്റി ഇസ്രായേലിൽ കൊണ്ടുവന്ന് അവനെ വിചാരണ ചെയ്തിട്ട് 18 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. എന്നിട്ട് ഇപ്പോൾ 2011 മറ്റാണെന്ന് തോന്നുന്നു, ഈ 18 വർഷം കഴിഞ്ഞു. 88 + 18 കൂട്ടിയാണ് എത്രയാണ്. അപ്പം അദ്ദേഹം പുറത്തിറങ്ങി. പക്ഷേ ഈ ഒരു ചിപ്പ് ഘടിപ്പിച്ച് വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, ഫോറിനേഴ്സിനെ മീറ്റ് ചെയ്തുകൂടാ, ഈസ് ഓൾവേസ് അണ്ടർ ഒബ്സർവേഷൻ. പിന്നെ ഇത് നെറ്റ് ഉപയോഗിച്ചുകൂടാ. അദ്ദേഹത്തെ വിട്ടു സ്വതന്ത്രമായിട്ട്. സാധാരണ മൊസാദിൻ്റേതാണ്, ഇയാൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കേണ്ടതാണ്. പക്ഷേ ഇയാൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും റബലാണ്. ആൻറ്റി ന്യൂക്ലിയർ പോളിസി ആയിട്ടൊക്കെ ഇയാൾ ഒരു സ്പീച്ചൊക്കെ നടത്തി അവിടെ വാനുനു എന്ന് പറയും. അതാണ്
ഇസ്രായേലിൻ്റെ ഒരു ഭയങ്കര ഒരു കിടിലൻ ഓപ്പറേഷനായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഉള്ള ഒരെണ്ണം അബു ജിഹാദ് എന്ന് പറഞ്ഞ അത് അതും 88-ലോ മറ്റോ ആണ്. അബു ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ PLOയുടെ ഹെഡായിരുന്ന യാസർ അറഫത്ത് എൻ്റെ ഒരു വലം കൈയായിരുന്നു. യാസർ അറഫത്ത് കഴിഞ്ഞാൽ അടുത്ത ആളിങ്ങനെയാണ് അബു ജിഹാദ്. ഇയാൾ ഈ ഇസ്രായേൽ ഇയാൾ തട്ടിക്കളയെന്നറിയാം. അതുകൊണ്ട് ഇയാൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അന്ന് 88 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പല്ലേ, എത്ര വർഷം മുമ്പ്, എത്ര 2025 - 88. അപ്പോൾ ഇയാൾ അന്ന് ടെക്നോളജി ഇത്രയും ഇല്ല. അതുകൊണ്ട് ഇയാൾ ഇസ്രയേലിൻ്റെ എന്ന് പറഞ്ഞാൽ എനിമിയുടെ വളരെ ദൂരത്തിൽ പോയി താമസിച്ചു. മുസ്ലിം രാജ്യം ടൂണിസ് എന്ന് പറഞ്ഞാൽ 1500 കിലോമീറ്റർ ഉണ്ട് ഇസ്രായേലിൽ നിന്ന്. അപ്പം ഞാൻ സേഫാണ് എന്ന് വിചാരിച്ച്, എന്നാലും അയാൾക്ക് ഭയങ്കര സെക്യൂരിറ്റിയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഗാർഡും മറ്റേ മറിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ അവിടെ പോയി താമസിച്ച് ഇവർ ഇത് ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ 25-ൽ ഒരു തന്നെ തട്ടണമെങ്കിൽ അവരെന്തൊക്കെ ചെയ്യും അത് ഇവർ അന്നേ ചെയ്യും. ഇങ്ങനെ പുറകെ നടന്ന് ഇയാളെ സ്റ്റഡി ചെയ്ത് ഇയാൾ ആരുടെ കൂടെ താമസിക്കുന്നു, ഇയാൾ എത്ര മണിക്ക് വീട്ടിൽ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇസ്രായേലിൻ്റെ നമ്മളെ INS പോലെ ഇസ്രായേലിൻ്റെ ഷിപ്പിനേക്ക് അവർ INS എന്നാണ് പറയുന്നത്. INS നോഗ എന്ന അങ്ങനെ എന്തോ പറഞ്ഞൊരു പേര്, ഐ ഡോണ്ട് റിമെമ്പർ. ആ ഷിപ്പ് പിന്നെ ബോട്ട് ഇതെല്ലാം വന്നിട്ട് ടൂണിസിൻ്റെ അടുത്ത് വന്ന് രാത്രി 10:30 മണിക്ക് മറ്റോ ഇറങ്ങിയിട്ട് ഷിപ്പ് മാറി നിന്നു. എന്നിട്ട് ഈ ബോട്ടിൽ വന്നിട്ട് 12 പേരടങ്ങുന്ന സംഘം, അതിന് മുമ്പ് ഇയാളെ കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് ഇയാളൊരു വില്ലനാണ് അവൻ. ആ വില്ല ഉണ്ടാക്കി ഇസ്രായേലിൽ ഉണ്ടാക്കിയിട്ട് അവർ ഇത് നടത്തി, റിഹേഴ്സലൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. എന്നിട്ട് അവരുടെ ഊസി ഭയങ്കര ഫേമസ് ഗണ്ണാണ്, ഊസി സൈലൻസർ ഗൺ. ആ ഊസി ഗണ്ണും ഒക്കെ ആയിട്ട് ഒരാൾ പെണ്ണായിട്ട് വേഷമിട്ട്, എന്നിട്ട് ഇയാളുടെ ഡ്രൈവർ വെളിയിൽ ആംഡാണ്, അയാൾ ഇങ്ങനെ രാത്രി ഒന്ന് മയങ്ങി കിടക്കായിരുന്നു. അപ്പം ചോക്ലേറ്റ് ബാറൊക്കെ ആയിട്ട്, ചോക്ലേറ്റ് വെളിയിൽ കാണാം, ഒരു വലിയ ചോക്ലേറ്റ് കേക്ക്. ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് ഇയാളടുത്ത് എന്തോ വഴി ചോദിച്ചു. അപ്പോൾ ഇയാൾ ഈ ചോക്ലേറ്റിൽ നോക്കിക്കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഊസി സൈലൻസർ ഗണ്ണ് വെച്ച് ഇയാളെ തട്ടി. ഇയാളാണ് ഏറ്റവും കുഴപ്പം പിടിച്ച ആൾ. ഇയാളെ തട്ടിയ എന്നിട്ട് ഓടി കയറി 15 മിനിറ്റ് ഓടി. ഭാര്യയുണ്ട് തൊട്ടടുത്ത്, അവർക്കൊന്നും പറ്റിയില്ല. പക്ഷേ അയാളുടെ 2-3 ഗാർഡ് ചാടി വന്നുകൊണ്ട് അവരും തട്ടിക്കളയേണ്ടി വന്നു. ഇയാളെ തട്ടി. ഈ അബു ജിഹാദിന് ഒരുപാട് നാളുകൊണ്ട് ഇവരുടെ ഈ കാർ ബോംബിങ്സിൻ്റെ ഒക്കെ ആളായിരുന്നു. ഒരുപാട് നാളുകൊണ്ട് ഒരു നോട്ടം ഇട്ട് വെച്ചിരുന്നു. അങ്ങനെ അബു ജിഹാദിനെ തട്ടിക്കളഞ്ഞിട്ട് അവർ കറക്റ്റ് ഷിപ്പിൽ കയറി ഇൻ്റർനാഷണൽ വഴി അവർ തിരിച്ചു വന്നു. ആരും ഒന്നും അറിഞ്ഞില്ല, എങ്ങനെ ചെയ്തതെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ ഈ മൊസാദിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോയി ക്യാമ്പ് ചെയ്ത് സ്റ്റഡി ചെയ്യും. ഇപ്പം നമ്മളെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സംഗതികളും അവർ പഠിക്കും. അപ്പം എല്ലാ മനുഷ്യർക്കും ചില ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ഈ ഇഡിയോസിൻക്രസീസും ഹാബിറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, അത് ഇവർ നന്നായിട്ട് മാസ്റ്റർ ചെയ്തിട്ട് അതിൽ കൂടെയാണ് ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും മിസ്സാവില്ല. എല്ലാവർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെന്ന് പറയും പോലെ അവിടെ പിടിക്കും. അവിടെ പിടിക്കും. നമ്മൾ അതെ, ഇപ്പോൾ ചില മനുഷ്യർ ഇപ്പോൾ കാറിൽ ഓഫീസ് കാറൊക്കെ ഉപയോഗിക്കുന്നവർ, ഇപ്പോൾ ഇയാളെ മോഹസന് ന്യൂക്ലിയർ ഒരു അവധി ആഘോഷിക്കാൻ പോയപ്പോൾ സുരക്ഷാ ജീവനക്കാർ സാധാരണ ഉള്ളതിനെക്കാട്ടി കുറച്ചിട്ട് എന്തോ എങ്ങനെന്തോ ആണ് പോയപ്പോഴാണ് ഇത് അപകടം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എക്സിക്യൂഷൻ നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. അതൊക്കെ അവർ സ്റ്റഡി ചെയ്തിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അവർ സെലക്ട് ചെയ്തതായിരിക്കും. ഈ ശരത്ത് പറഞ്ഞത് ശരിയായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ചിലർ ഇന്ന ഡോർ വഴിയേ തുറക്കുള്ളൂ, ചിലർ ഇങ്ങനെ വെയിറ്റ് ചെയ്യും ആരെങ്കിലും വന്ന് ഡോർ തുറക്കാൻ, ചിലരങ്ങനെയില്ല, അങ്ങ് തുറന്നങ്ങ് ഇറങ്ങും വെളിയിൽ. ഇങ്ങനെയൊക്കെ ഓരോ അതിന് എത്ര സമയം എടുക്കും അതെല്ലാം അവർ പഠിക്കും. മറ്റേ ഷേവ് ആഫ്റ്റർ ലോഷൻ ഇയാൾ തേച്ചിട്ട് ഇയാൾ എത്ര സമയം നിൽക്കുമെന്നും അത് ഏത് ഷേവ് ആഫ്റ്റർ ലോഷൻ അതുവരെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, അത് ഹോസ്റ്റൈലായിട്ടുള്ള രാജ്യത്ത് അവരങ്ങനെയാണ് അവരുടെ ഒരു ഓപ്പറേഷൻ. പിന്നെ ഈ ഞാൻ നേരത്തെ ഈജിപ്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈജിപ്തിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് ഇറാൻ പഠിച്ചില്ല എന്ന് പറയാൻ കാര്യം, ഈ ഈജിപ്റ്റ് ഒരു ശരിക്കും ഇസ്രായേലിൻ്റെ കൂടെ ഒരു മസിൽ പിടിക്കാൻ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ളൊരു രാജ്യമായിരുന്നു. അപ്പോൾ അവരത് നിർത്തിയത് എന്തെന്ന് പറഞ്ഞാൽ, അവർ ആദ്യത്തെ 1948 ഇസ്രായേൽ സ്വതന്ത്രമായി. അപ്പോൾ ഈജിപ്റ്റും ഉണ്ടവിടെ
അബ്ദുൽ നാസറാണ് പ്രഗത്ഭനായ പ്രസിഡൻ്റാണ് അബ്ദുൽ നാസർ. അപ്പോൾ അബ്ദുൽ നാസറിനെ എങ്ങനെ ഈജിപ്തിനെ പവർഫുൾ ആക്കണം, അതിനെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ റഷ്യ അമേരിക്കയൊക്കെ റോക്കറ്റൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇയാളെന്താ എന്ന് പറഞ്ഞാൽ ഈ റഷ്യക്കാരുടെ കൂടെ അമേരിക്കക്കാരുടെ കൂടെയും പോകാൻ താല്പര്യമില്ലാത്ത കുറേ ജർമ്മൻ സയൻറ്റിസ്റ്റുകൾ പതുങ്ങിക്കിടന്നു. എന്നിട്ട് വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനിയും ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഈ വെസ്റ്റ് ജർമ്മനിയിൽ ഇവർ കിടക്കുകയാണ്. അവരെ ചെന്ന് എന്ന് പറഞ്ഞാൽ റഷ്യയും അമേരിക്കയും കൊണ്ടുപോയി, പിന്നെ വന്ന് രണ്ടാമത് പിടിച്ചുകൊണ്ട് പോയില്ല. അപ്പോൾ അവർ പതുക്കെ മാളത്തിൽ നിന്ന് പുറത്തായി. നല്ല ടോപ്പ് സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഓട്ടോ സ്കോണി എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് അല്ല, അയാൾ ഭയങ്കര ഒരു ഡബിളായിട്ടുള്ളൊരു മിലിറ്ററി ജനറലാണ്. ഈ ഇസ്രായേലിൻ്റെ മോഷഡയാൻ ജനറൽ പോലെ ഒരു ഭയങ്കര ജനറലാണ്. ഹിറ്റ്ലറുടെ വലങ്കയാണ്. പക്ഷേ അയാൾക്ക് ഈ നാസികളെ കൊന്നതുമായിട്ടൊന്നും ബന്ധമില്ല. അയാൾ ഹിറ്റ്ലർ എന്ത് പറഞ്ഞാലും ചെയ്യും. അയാൾ ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആളാണ്. അയാളാണ് ഇടയ്ക്ക് മുസോളിനിയെ ഇസ്രായേലിൻ്റെ ഓർഡർ പ്രകാരം അവിടെ ചെന്ന് മുസോളിനി അറിഞ്ഞിട്ടാണ് മുസോളിനിയെ തട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. ഇസ്രായേൽ ജർമ്മനിയിൽ തിരിച്ചുകൊണ്ടുവന്ന് ഹിറ്റ്ലറെ ഏൽപ്പിച്ചു. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അയാളെ കൊണ്ടുവരാൻ, അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അയാൾ ഭയങ്കര മിടുക്കനാണ്. അയാൾ ഓട്ടോ സ്കോണി അമേരിക്കയും റഷ്യയൊന്നും പിടിച്ചോണ്ടില്ല. അയാളെ ഇവിടെ മാറി നിന്ന്. അത് കഴിഞ്ഞ് അയാൾ ജർമ്മനിയിലൊക്കെ നിന്നപ്പം ഈ നാസർ ഇയാളെ പോയി പിടിച്ചു. ഓട്ടോ സ്കോണിയെ പോയി പിടിച്ച് എന്ത് സഹായമാണെങ്കിലും തരാമെന്ന് പറഞ്ഞ് അയാളെ ഈജിപ്തിൽ കൊണ്ടുവന്ന് എത്രയോ ലക്ഷം രൂപയുടെ ശമ്പളത്തെ പോസ്റ്റ് ചെയ്ത് ഈജിപ്റ്റ് അങ്ങോട്ട് മിസൈലുകൾ അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് ഇസ്രായേലിന് മിസൈലില്ല. അപ്പം എന്ന് പറഞ്ഞാൽ അവർ മുകളിൽ പോയി. അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ ഇതെങ്ങനെയും താറാകുന്നു. അങ്ങനെ അവർ പല വഴി കൂടെ വെസ്റ്റ് ജർമ്മനി എടുത്ത് പറഞ്ഞു അവരുടെ വിസ ക്യാൻസൽ ചെയ്യണം, ഞങ്ങൾ അവരെ ഉപദ്രവിക്കുന്നു. അവസാനം വെസ്റ്റ് ജർമ്മനി കുറേ പേരെ തിരിച്ചു വിളിച്ചു, ബാക്കി വന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ നാസറെല്ലാം കൊടുത്തിരിക്കില്ല, അവരെ എല്ലാം ഇസ്രായേലിൽ പോയി കൊന്നുകളഞ്ഞു. പക്ഷേ ഇയാളെ കിട്ടുന്നില്ല. ഈ ഓട്ടോ സ്കോനിയെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസാനം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ മൊസാദ് ഞാൻ നാസികളുമായിട്ട് നേരിട്ട് കാണുകയും ഷേക്ക് ഹാൻഡ് പോലും ചെയ്യാത്തവരാണ് അന്ന് തുടക്കമില്ലേ ഇസ്രായേലിൻ്റെ. ഒരു കോംപ്രമൈസും ഇല്ല. ഈ അടുത്ത് ചെന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണതിന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങേരങ്ങ് സ്പെയിനിലാണ് അദ്ദേഹം മരിച്ചത് അവസാനം. അങ്ങനെ ഓട്ടോസ്കോൻ ഈജിപ്തിനെ വിട്ട് ഇയാളെ കൂടെ പിടിച്ചു കഴിഞ്ഞപ്പം നാസറിന് മനസ്സിലായി ഇനി രക്ഷയില്ല. അങ്ങനെ അവർ ഉപേക്ഷിച്ചു, അവരുടെ മിസൈൽ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചു. അപ്പം അന്നേ 40s 50s ഇസ്രായേലിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. മൊസാദ് അന്നേ ആക്റ്റീവാണ്. ഈ ഓട്ടോസ്കോനിയെ അവർ പിടിച്ചത് ഭയങ്കര സംഭവമായി. അവസാനം അങ്ങേര് ഇസ്രായേലിലെ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അങ്ങേര് ഇസ്രായേലിൽ ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു നാസിക്ക് ഇസ്രായേലിൽ പോകാൻ പറ്റില്ല അന്നത്തെ കാലത്ത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഫ്രീ വാക്കായിരുന്നു അവിടെ. അപ്പം ഈ സ്വരാജ്യം രക്ഷിക്കാൻ വേണ്ടി ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ തയ്യാറാണ് ഈ മൊസാദ്. അവരുടെ പോളിസി അങ്ങനെയാണ്. അവർക്ക് ലോകത്ത് എല്ലായിടത്തും ഏജൻസ് ഉണ്ടെന്നുള്ളതാണ്. എല്ലായിടത്തും നമ്മൾ വിചാരിക്കുക അതൊരു അണ്ടർ ഡെവലപ്ഡ് ആഫ്രിക്കൻ കൺട്രിയില്ല, അവിടെ എന്തിനാണ് ഇവർ പോകണം? അവിടെയും ഉണ്ട് അവർക്ക് ഏജൻറ്റ്. ഒരു രാജ്യം അവർ വിടില്ല. വളരെയധികം നന്ദി സാർ. നമ്മളെ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ഇതിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് അത് ഇൻഫോർമേഷനുമായിട്ടുണ്ട്. നന്ദി സാർ. വന്ദേ മാതരം.